എൻ്റെ അമ്മമ്മ പറയാറുള്ള ഒരു വാചകമുണ്ട്. ഞാൻ ചോദിക്കും അജുമത്താത്ത എന്നാണ് പറയുക. അജുമത്താത്തൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അജുമത്താത്ത ഹജ്ജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹജ്ജ് ചെയ്ത് വന്നതിന് ശേഷം അവർ വളരെ കുട്ടികളുടെ പോലെ ഉള്ള മനസ്സുള്ളവരായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം നന്മയുണ്ടാവും. അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്തതിൻ്റെ ഗുണം കൊണ്ടാണ് അവർക്കിങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന ഒരു സംസാരമാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്നത്. അപ്പോൾ വളരെ നന്ദിയോടുകൂടിയും വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് അജുമത്താത്തയും അതേപോലെ ചേക്കുവാക്കാനെയും പിന്നെ അവരുടെയൊക്കെ മക്കളെ എല്ലാവരെയും ഓർക്കാറുള്ളത്. വളരെയധികം കാരുണ്യത്തിൻ്റെ ഒരു വീടായിരുന്നു ആ വീട്. ആ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വീടൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ ഹജ്ജ് ചെയ്ത് കഴിയും, ഹജ്ജ് എന്ന കർമ്മത്തെക്കുറിച്ചൊക്കെ അങ്ങനെയാണ് ചർച്ചകളിലൊക്കെ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ജനിച്ച കുട്ടികളുടെ മനസ്സ് പോലെ ആയി വരുമെന്നും, അതായത് തികച്ചും ഒരു പുനർജനനം പ്രാപിച്ച് വരുന്ന പോലെയാണ്, ഒരു നവീകരണം പ്രാപിച്ച് വരുന്ന പോലെയാണ്. അതെപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് പലവരെയും പരിചയപ്പെടുമ്പോഴും ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും ഹജ്ജിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് അതിനുള്ളൊരു സാധ്യത ഇസ്ലാമിലുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു തീർത്ഥാടനത്തിൽ അതുണ്ട്. ഒരു പുനർനവീകരണം എല്ലാവർക്കും നിർബന്ധമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആരോഗ്യവും അതേപോലെ തന്നെ സാമ്പത്തികവും ഉള്ളവർക്ക് അത് കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. എന്നാൽ അത് ചെയ്യാഞ്ഞാലും അതിൻ്റെ കൂലി കിട്ടുന്നതായിട്ടുള്ള, അപ്പം ഞാനൊക്കെ വിചാരിക്കും നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല എന്ന് അറിയുമ്പോൾ പിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വെള്ളിയാഴ്ച ജുമ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ ഹജ്ജാണ്. അങ്ങനെ എപ്പോഴും മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാപ്യമായ ഒരു സംവിധാനമാണ് അതിലൂടെ ഉള്ളത്. ഇപ്പോൾ അവിടെ തന്നെ പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന പലപ്പോഴും ടൂറായി മാറുന്നുണ്ട്. പക്ഷേ അതിലപ്പുറത്തേക്കും അതൊന്നും ഇല്ലാതെയും പിന്നെ പല കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഹജ്ജിന് പോകാൻ വെച്ച പൈസ എടുത്തു വെച്ചിട്ട് അടുത്ത വീട്ടിലെ ആളുകളുടെ വിശപ്പ് മാറ്റി, അല്ലെങ്കിൽ ആടിനെ അറുത്തു കൊടുത്ത ആളുകൾക്ക് അവിടുന്ന് ഹജ്ജിൻ്റെ കൂലി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആശ്വാസം വരാറുണ്ട്. കാരണം ഈ കർമ്മബന്ധിതമല്ലത്, ആ കർമ്മത്തിൻ്റെ ശുദ്ധിയാണ്, ആ കർമ്മത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന എന്തോ ഒരു സാധനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെയുള്ള സംഗതികൾ ചെറുപ്പം മുതലേ ഈ കഥകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്.